ഗോയ്സ്, അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വീട്ടിൽ പോകുന്ന കുറച്ച് കാര്യങ്ങളാണേ. ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പം ഇന്ന് വീട്ടിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. പക്ഷേ ഈ ആദ്യം കാണുന്ന വീഡിയോ ഇന്നലത്തെയാണ്. കാരണം കോളേജിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ എടുത്താണ്. പിന്നെ കോളേജിൽ നിന്ന് പോയിട്ട് വന്നിറങ്ങി ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിലൊക്കെ കയറി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അതിനുശേഷം അവരൊക്കെ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിയിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തു. പിന്നെ ഹോസ്റ്റലിൽ വന്ന് ഫ്രഷ് ആയ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ടു. കട്ടൻ ചായ ഇട്ട് തേയില ഇട്ടിട്ട് ഞാൻ അതോട് ചൂടുള്ള എളുപ്പകാഴിക്ക് വേണ്ടി ചൂടുവെള്ളം ഒഴിച്ച് കട്ടൻ ചായ ആക്കുവാണ്. ഞാൻ കട്ടൻ ചായ ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഗുയിസ് ആ ഒരു കാഴ്ച ഉണ്ട്. അതുകൊണ്ട് കട്ട് നിന്ന് കരിയാപ്പിൽ പറയുന്നത് നാളെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഗുയിസ്. നാളെ അല്ല, ഇന്ന് വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ഇന്നലെ കട്ട് പറിച്ചാണ് ഗുയിസ്. പിന്നെ എൻ്റെ ഫാൻ കേടായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാനായിട്ട് ആൾ വന്നു. കുറേ നേരം അവിടെ അത് നോക്കി നിന്നു. അതിനുശേഷം ഒഴിച്ച് വെച്ചിരുന്ന കട്ടൻ ചായയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും കൂടി കഴിച്ചു. പിന്നെ കരിയാപ്പില പറിക്കാൻ വേണ്ടി ഞാനൂടി ഇറങ്ങിപ്പോയി ഗുയിസ്. ഞാനും വീട്ടിൽ പോകാണല്ലോ. അപ്പോൾ പിന്നെ കരിയാപ്പില പറിച്ച് വെച്ചേക്കാൻ വിചാരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഉപകാരമല്ലേ. പിന്നെ രാത്രി ആയപ്പോൾ മൈലാഞ്ചിയിലായിരുന്നു ഗുയിസ്. തണ്ട് ഈ കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. മൈലാഞ്ചി ഇട്ട് കൊടുത്തുകൊണ്ടിരുന്ന കുട്ടിക്ക് പിന്നെ വിശക്കുന്നത് കൊണ്ട് ബന്നും കുത്തിക്കയറ്റി കൊടുക്കുന്നുണ്ട്. ഈ കയ്യൻ്റെയാണ് ഗുയിസ്, ഞാനാണ് ഈ കുത്തിക്കയറ്റി കൊടുക്കുന്നത്. അതും കഴിച്ചിട്ട് കുട്ടി മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനാണെങ്കിൽ വൈകിട്ട് തന്നെ കൊണ്ടുവന്നുള്ള എല്ലാ സാധനം പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഏഞ്ചൽ പാക്ക് ചെയ്തപ്പോൾ അവളുടെ കൂടെ പോയി ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അവളതെല്ലാം പറക്കി വെക്കുമായിരുന്നു. എല്ലാവർക്കും വലിയ ബാഗാണ് ഗുയിസ്. വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും വലിയ ബാഗാണ്. പിന്നെ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞാൽ കുട്ടിയിരുന്ന് സിനിമ കാണുമായിരുന്നു ഗുയിസ്. എന്നിട്ട് സ്വന്തമായിട്ട് രണ്ട് കയ്യിലും മൈലാഞ്ചി ഉണ്ട്. സ്വന്തമായിട്ട് പന്നൊക്കെ കടിച്ച് ഇരുന്ന് കണ്ടു. പിന്നെ തുണിലാണെങ്കിൽ ഒരു ഡിസൈൻ കാണിച്ചിട്ട് അതുപോലെ ഇട്ടുതരാന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്താ ഇട്ടുതരാന്ന് പറഞ്ഞ് ഞാൻ അവൾക്ക് ഡിസൈനൊക്കെ ഇട്ട് കൊടുത്തു. അവൾക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ ഫ്രീ ആയപ്പോൾ ഞാനും എൻ്റെ കൂടെ അങ്ങ് ഇട്ടു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ മൈലാഞ്ചൊക്കെ കാണിച്ച് പട്ടിഷോ കാണിക്കുകയാണ് ഗുയിസ്. പിന്നെ ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് ബെഡ് ഇട്ടിന്ന് താഴെ കിടക്കാൻ വിചാരിച്ചു. അങ്ങനെ മൂന്ന് പേരും കൂടി ബെഡ് ഇട്ട് താഴെ കിടന്നു. പിന്നെ രാവിലെ ഈ പുതച്ചും കൂടി കിടക്കുന്നത് ഞാനാണ് ഗുയിസ്. എൻ്റെ വീഡിയോ എടുക്കുന്നത് ജിസ്നയാണ്. ഉറക്കത്തിൽ നിന്ന് എന്നെ വിളിച്ചുണർത്തിയിട്ടുണ്ട്. പിന്നെ പോയി ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയായി. അങ്ങനെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിരിക്കുകയാണ് ഗോയ്സ്. ഇതാണ് എൻ്റെ ലുക്ക്. രാവിലെ എണീറ്റിരിക്കുന്നതല്ലേ ആയിരിക്കുകയാണ് വീട്ടിലോട്ടല്ലേ പോകുന്നത്. പിന്നെ എല്ലാവരും ബാഗും കെട്ടി പറക്കി വെളിയിലിറങ്ങി. ഒരു ഇച്ചിരി വെട്ടം വീണിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ പോകുന്ന സമയത്ത് വെട്ടം കാണാറില്ല. ഇത് വെട്ടം വീണിട്ടുണ്ടായിരുന്നു. എല്ലാവരും വീട്ടിൽ പോകാനുള്ള ആകാംക്ഷയോടെ നിൽക്കുകയാണ് ഗോയ്സ്. അങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ഒരു കൂട്ടം പട്ടിക്കൂട്ടങ്ങൾ പോകുന്നത് കണ്ടത്. പട്ടികളുടെ സംസ്ഥാന സമ്മേളനമാണെന്ന് തോന്നുന്നു. അത്രയ്ക്ക് പട്ടികളുണ്ടായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ബസ്സൊക്കെ കയറി. ഫസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഞങ്ങൾക്ക് കളിക്കവള എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഫസ്റ്റ് ഇറങ്ങിയിട്ടാണ് നമ്മൾ അടുത്ത ബസ് കയറുന്നത്. അപ്പം അങ്ങോട്ടേക്ക് ഫസ്റ്റ് പോയി. അവിടെ പോയി ഇറങ്ങിയപ്പോൾ നല്ലൊരു അന്തരീക്ഷം കണ്ടു ഗുയിസ്. അപ്പം എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തു. പിന്നെ 2 ഫോറിനേഴ്സിനെ കണ്ടു. രണ്ടുപേരും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. 2 പേരല്ല 3 ഉണ്ടായിരുന്നു. 3 പേരും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ട്രിവാൻഡ്രത്തോട്ടുള്ള അടുത്ത ബസ് കയറി. കുട്ടി പാട്ടൊക്കെ കേട്ട് വിജനതയിൽ പാതി വൈതേടുന്ന പാട്ടൊക്കെ കേട്ട് കുട്ടി ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങി. ഞാനൊരു പാലപ്പ കടലക്കറിയാണ് വാങ്ങിയത്. പിന്നെ ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഗുയിസ് ഈ വീഡിയോ ഞാൻ വന്നെടുക്കുന്നത്. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി. ഇവിടെ 9 രൂപ മുതൽ 99 രൂപ 999 വരെ അങ്ങനെ എന്തോ ഉള്ളൊരു കടയാണ് ഗുയിസ്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കുറേ കമ്മൽ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിയില്ല. ജസ്റ്റ് എല്ലാവരും കൂടെ നിന്നതൊക്കെ നോക്കി. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഗുയിസ്. പിന്നെ ആണെങ്കിൽ അടുത്ത വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് അടുത്ത ബസ്സിൽ കയറി. അപ്പോൾ ഞാൻ എൻ്റെ മൈലാഞ്ചി ഇങ്ങോട്ട് നോക്കി. നല്ല ചുമന്നിട്ടുണ്ടായിരുന്നു ഗുയിസ്. നല്ല കളർ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് ഞാനും വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ് ഗുയിസ്. പിന്നെ സമയം 12:22 ഗുയിസ്. 12:22 ആയപ്പോഴും ഞങ്ങൾ കൊട്ടാരക്കരയിൽ എത്തിയിട്ടേ ഉള്ളായിരുന്നു. ഇനി കൊട്ടാരക്കരയിൽ അടൂര് പോയിട്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട്. ഇപ്പോൾ സമയം 12:54 ഞങ്ങൾ ഇതാണ്ട് അടൂർ എത്തി ഗുയിസ്. അതിനുശേഷം ഞങ്ങൾ ജ്യൂസും അതുപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് വല്ലതും കയറി. അപ്പം ടിന്നിലല്ല ഗുയിസ്, ടൂണിലാണെങ്കിൽ ഒരു കട്ട്ലറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള കട്ട്ലറ്റ് ആയിരുന്നു. ഞാൻ പിന്നെ ആണെങ്കിൽ ഒരു നാരങ്ങ വെള്ളം സോഡ ഒഴിച്ച് നാരങ്ങ വെള്ളം ബാക്കിയുള്ളവരെല്ലാം ടെൻഡർ ഷേക്ക് കോക്കനട്ട് ഷേക്ക് ആണെങ്കിൽ. പിന്നെ ഞങ്ങൾ അടൂരൊരു കട ഉണ്ടായിരുന്നു ഗുയിസ്, കമ്മലിൻ്റെ കട. കമ്മൽ കാണുമ്പോൾ എല്ലാവർക്കും ഭ്രാന്താണ്. അപ്പം അതെല്ലാം അവിടെ നോക്കി. പിന്നെ ഞാൻ അടുത്ത ബസ്സിൽ കയറി. വീട്ടിലോട്ട് വരാൻ വേണ്ടി അടുത്ത ബസ്സിൽ കയറി. ചെറുതായിട്ട് മഴ ഒരു ചാറ്റിലുണ്ടായിരുന്നു. പിന്നെ ആ ബസ്സിൽ കയറി എൻ്റെ സ്റ്റോപ്പിൽ ഇറങ്ങി. അങ്ങനെ 1:58 ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഗുയിസ്. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം വീട്ടിൽ വന്ന് പിന്നെ ഫ്രഷ് ആയിട്ട് അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി, വിശപ്പൊന്നും ഇല്ലായിരുന്നെങ്കിലും ഫുഡ് കഴിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് കഴിച്ചു. പിന്നെ ഒരു ഡയറി മിൽക്ക് കൂടെ കഴിച്ചു. ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വരവിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇനിയും കാണാം. ഓക്കെ, ബൈ.